ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 58. ആദ്യം കിതാബ് തൗഹീദിൽ നിന്നുള്ള ഭാഗം. വഫി സ്വഹീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, സ്വഹീഹിൽ അതായത് സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയുന്നതായിട്ട് അന്നഹു ഖാൽ അവിടുന്ന് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരൊരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ആരാധ്യനുമില്ല എന്ന് പ്രഖ്യാപിച്ചുവോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുവോ, വകഫറ നിഷേധിക്കുകയും ചെയ്തുവോ, ബിമാ ഒന്നുകൊണ്ട് യുഅ്ബദു ആരാധിക്കപ്പെടുന്നതിനെ മിൻ ദൂനില്ലാഹ് അള്ളാഹുവിനെ കൂടാതെ. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ, എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെയൊക്കെ നിഷേധിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുവോ, ആര് ചെയ്തുവോ അവൻ ഹറുമ മാലുഹു വദമുഹു, അയാളുടെ മാല് സമ്പത്ത്, വദമ് ദമ് എന്ന് പറഞ്ഞാൽ രക്തം, സമ്പത്തും രക്തവും പവിത്രമാണ്. വഹിസാബുഹു അലല്ലാഹ്, അയാളുടെ വിചാരണ കണക്കെടുപ്പ് അള്ളാഹുവിങ്കലാണ്, അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ്, അള്ളാഹുവിൻ്റെ മേലാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ എന്താണ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു, അതോടൊപ്പം അള്ളാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെയൊക്കെ നിഷേധിക്കുകയും ചെയ്തു എങ്കിൽ അവൻ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടണം എന്നതാണ്. അയാളുടെ ഖൽബിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അയാളെ മുസ്ലിമായിട്ട് പരിഗണിക്കണം. അയാളുടെ ഹിസാബ് അള്ളാഹുവിൻ്റെ വക്കലാണ്. ഖാല ശൈഖ് റഹിമഹുല്ലാ വഫി സ്വഹീഹ് യാനി സ്വഹീഹ് ഇമാം മുസ്ലിം, ഇവിടെ സ്വഹീഹിൽ എന്ന് പറഞ്ഞത് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീൽ എന്ന അർത്ഥത്തിലാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ് ഹറമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ്. അപ്പോൾ അല്ലഖ ഹുർമത്തൽ മാലി വദ്ദമി അലാ ഷൈഇൻ, അപ്പോൾ ഇവിടെ സമ്പത്തിൻ്റെയും രക്തത്തിൻ്റെയും പവിത്രത രണ്ട് കാര്യങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു. അഷൈഉൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം അയ്യൻതിഖ ബികലിമത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അയാൾ ഉച്ചരിക്കലാണ്, നുത്ഖ് ചെയ്യലാണ്. അഷൈഉ സാനി, രണ്ടാമത്തെ കാര്യം അയ്യക്ഫുറ ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെയൊക്കെ നിഷേധിക്കലാണ്. ഫഇദാ തഹഖഖ ഹാദാനി ഷൈആനി, ഈ രണ്ട് കാര്യങ്ങൾ യാഥാർത്ഥ്യവൽക്കരിച്ചാൽ, തഹഖീഖ് ചെയ്താൽ, ഹറുമ മാലുഹു വദമുഹു, അവൻ്റെ സമ്പത്ത് അവൻ്റെ രക്തവും പവിത്രമാകും. ലിഅന്നഹു സ്വാറ മുസ്ലിമ, കാരണം അവൻ മുസ്ലിമായി. വൽ മുസ്ലിമു യഹറുമു ദമുഹു വമാലുഹു, മുസ്ലിമിൻ്റെ രക്തവും സമ്പത്തും പവിത്രമാകും എന്നതാണ്, പവിത്രമാണ്. വഹിസാബുഹു അലല്ലാഹ്, അയാളുടെ കണക്കെടുപ്പ് വിചാരണ അള്ളാഹുവിൻ്റെ വക്കലാണ്. ഫഇൻ കാന സ്വാദിഖൻ ഫീ ഖൗലി ഹാദിഹിൽ കലിമത്തി, അപ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവൻ്റെ പ്രഖ്യാപനത്തിൽ അവൻ സത്യസന്ധനാണെങ്കിൽ ഫഇന്നഹു യകൂനു മുസ്ലിമൻ ഹഖ്ഖ, അവൻ ഹഖ്ഖായിട്ടും മുസ്ലിം ആകും, യഥാർത്ഥത്തിൽ തന്നെ മുസ്ലിം ആകും. ബാത്തിനൻ വലാഹിറൻ, ആന്തരികമായി, ബാത്തിൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടും, വലാഹിറൻ പ്രത്യക്ഷത്തിൽ ബാഹ്യമായിട്ടും. വയദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ ജന്നത്തിൽ പ്രവേശിക്കും. വഇൻ കാന ഖാലഹ ളാഹിറൻ ഫഖത്ത്, ഇനി ഒരാൾ പ്രത്യക്ഷത്തിൽ ബാഹ്യമായി മാത്രമാണ് കലിമ ഉച്ചരിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചത്, ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് മാത്രം, അവന് ഉള്ളിൽ തൗഹീദില്ല. ഫഹാദാ ഹുവ നിഫാഖ്, ഇതെന്താണ്, കാപട്യമാണ്, അപ്പം അവൻ മുനാഫിഖാണ്. വദാലിക യഹ്കുനു ദമുഹു വയഹ്റുമു മാലുഹു, അപ്പം അങ്ങനെ മുനാഫിഖായ ഒരാൾ, അയാളുടെ രക്തം തടയപ്പെടും, എന്നാൽ അതേപോലെ സമ്പത്തും പവിത്രമാക്കപ്പെടും. അല്ലെങ്കിൽ സമ്പത്ത് ഇത് യുദ്ധ സാഹചര്യങ്ങൾ ആണെങ്കിലൊക്കെ, ഇപ്പോൾ വനീമത്ത് മുതൽ ശത്രുക്കൾ പിടിച്ചെടുക്കുമല്ലോ, അപ്പോൾ ഇവൻ്റെ പിടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഇവൻ മുനാഫിഖാണല്ലോ. ഇവൻ മുനാഫിഖാണ് എങ്കിലും പ്രത്യക്ഷത്തിൽ ഇവൻ മുസ്ലിമാണ്. അവൻ്റെ നിഫാഖ് എന്ന് പറഞ്ഞാൽ കാപട്യം എന്ന് പറയുന്നത് അത് ഹൃദയത്തിലാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എടുത്തതുകൊണ്ട് മാത്രമാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞത് മുനാഫിഖീങ്ങളെ പറ്റി. അപ്പോൾ എന്നിട്ട് പോലും അവർക്കെതിരിൽ എന്ത് ചെയ്തിട്ടില്ല, ശിക്ഷാ നടപടി എടുത്തില്ല. കാരണം എന്താ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അനുയായികളെ തന്നെ മുഹമ്മദ് നബി കൊന്നു എന്ന് മറ്റുള്ളവർ പറയാതിരിക്കാൻ വേണ്ടി എന്നാണ് അതിൽ മനസ്സിലായിട്ട്. പ്രത്യക്ഷത്തിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അയാൾക്ക് മുസ്ലിം എന്ന സ്ഥാനം കൊടുക്കണമെന്നതാണ്. അയാളുടെ ഖൽബ് എന്താ നമുക്കറിയില്ലെങ്കിലും, എന്നാൽ അയാളുടെ ഖൽബ് നിഫാഖാണ്, അവൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടില്ല, പ്രത്യക്ഷത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കലിമ, എങ്കിൽ അവൻ്റെ അവസാനം എന്തായിരിക്കും, അവൻ ഇവിടെ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടും മൊത്തത്തിൽ ദുനിയാവിൽ. വലാകിന്നഹു ഫിൽ ആഖിറതി യകൂനു ഫിന്നാർ, പക്ഷേ പരലോകത്തെ ആഖിറത്തിൽ അവൻ നരകത്തിലായിരിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ,
നിശ്ചയം കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും, താഴെ തട്ടിലായിരിക്കും. നരകത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ ശിക്ഷ ഉണ്ടാകും, ചൂടുണ്ടാകും. ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ കഫഫ്നാ അൻഹു വഹഖനാ ദമുഹു വഹറംനാ മാലുഹു. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അയാളുടെ രക്തവും സമ്പത്തും പവിത്രമായി. അമ്മാ ദുഖൂലുഹു അൽ ജന്ന വകൗനുഹു മുഅ്മിനൻ ഹഖ്ഖ, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതും അയാൾ യഥാർത്ഥത്തിൽ തന്നെ മുഅ്മിനാവുക എന്നതും ഫഹാദ ഇൻദല്ലാഹി സുബ്ഹാനഹു വതആല, അത് അല്ലാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ്. അയാൾക്ക് ഉള്ളിൽ കാപ്പട്ടി ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയുന്ന കാര്യമില്ല. ഹുവല്ലദീ യഅലമു മാ ഫിൽ ഖുലൂബ്, അല്ലാഹുവാണ്, അവനാണ് ഖൽബുകളിൽ, ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത്. വഇജാസി അലൈഹ, അതിന് പ്രതിഫലം നൽകുന്നതും. വഹിസാബുഹു അലല്ലാഹി അസ്സ വജൽ, അപ്പോൾ അവൻ്റെ വിചാരണ എന്നത് അള്ളാഹുവിൻ്റെ മേലാണ്, അള്ളാഹു അസ്സ വജൽ. വഇൻ ളഹറ മിൻഹു മാ യുനാഖിദു ഹാദിഹിൽ കലിമ ഹക്കമ അലൈഹി ബിരിദ്ദ, ഇനി ഈ കലിമത്തു തൗഹീദിന് വിരുദ്ധമാകുന്ന, അതിനെ നഖ്ള് ചെയ്യുന്ന, അതിനെ മുറിക്കുന്ന കാര്യങ്ങൾ അവനിൽ നിന്ന് സംഭവിച്ചാൽ, പ്രത്യക്ഷമായാൽ, അത് പ്രത്യക്ഷമായി വന്നാൽ എന്താകും? അവൻ മേൽ റിദ്ദത്ത് വിധിക്കാം. അല്ലെ ഹുക്കിമ അലൈഹി ബിരിദ്ദ, റിദ്ദത്ത് വിധിക്കപ്പെടുക എന്നത്, അതായത് മുർത്തദ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതായിട്ട് അവന് കണക്കാക്കും. അൽ ഹാസിലു, അപ്പോൾ ഇവിടെ ഇതിന് ചുരുക്കം, അന്ന ഹാദൽ ഹദീസ ബയ്യന മഅന തൗഹീദി, അപ്പോൾ ഈ ഹദീസ് തൗഹീദിൻ്റെ ആശയം വിവരിച്ചിട്ടുണ്ട്. വമഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം. അന്നഹു അന്നുതുഖു ബിശ്ശഹാദത്തി, അപ്പോൾ ലാ ഇലാഹ എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് പ്രഖ്യാപിക്കലാണ്, ഉച്ചരിക്കലാണ്. മഅൽ കുഫ്രി ബിമാ യുഅബദു മിൻ ദൂനില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിനെ കൂടാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ, ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ നിഷേധിക്കുന്നതോടൊപ്പം. എന്ന് പറഞ്ഞാൽ അതൊന്നും ആരാധനയ്ക്ക് അർഹതപ്പെട്ടതല്ല എന്ന് വിശ്വസിക്കുക, അതാണ് അതിനെ നിഷേധിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ ബറാഅത്തു മിൻഹു, ആ ഷിർക്കിൽ നിന്ന് ബറാഅത്ത്, ഒഴിവാവൽ, മുക്തനാവലും ആണ്. അമ്മ ലൗ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇനി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, വഹുവ ലാ യഗ്ഫിറു ബിമാ ലാ യുകഫിറു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹി, ലാ യഗ്ഫിറു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതിനെ അവൻ നിഷേധിക്കുന്നില്ല, അതും ആരാധ്യ വസ്തുക്കളാണെന്ന് പറയുന്നു. എങ്കിൽ ഉദാഹരണം എന്താണ്? ബി അൻ കാന യഅബുദുൽ ഖുബൂറ, ഖബറുകളെ ആരാധിക്കുന്നവരെ പോലെ. വയദഉ അൽ ഔലിയാ വൽ അദ്രിഹത, ദർഗകൾ, അദ്രിഹത്ത്, ഔലിയാക്കൾ, ഇവയോടൊക്കെ തേടുന്നവരെ പോലെ. ഫഹാദ ലം യക്ഫുർ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അവൻ എന്ത് നിഷേധിച്ചിട്ടില്ല? ലം യുക്കഫിർ എന്നായിരിക്കും. അവൻ അള്ളാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ തക്ഫീർ ചെയ്തിട്ടില്ല, അതിനെ അവൻ നിഷേധിച്ചിട്ടില്ല എന്നതാണ്. വലാ യഹ്റുമു ദമുഹു വലാ യഹ്റുമു മാലുഹു, അപ്പോൾ അവൻ്റെ രക്തമോ അവൻ്റെ സമ്പത്തോ എന്തല്ല, പവിത്രമല്ല. ലിഅന്നഹു ലം യഅതി ബിൽ അംറൈൻ, അവന് രണ്ട് കാര്യം കൊണ്ടൊന്നുമില്ല. വഇന്നമാ ഉതിയ ബി അംറിൻ വാഹിദ്, ഒരു കാര്യം അവൻ ചെയ്തുള്ളൂ. വഹു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. വലാകിന്നഹു ലം യക്ഫുർ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലെങ്കിൽ ലം യുകഫിർ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവനെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിന് അവൻ നിഷേധിച്ചിട്ടില്ല. ലിഅന്നഹു യഖൂലു ഇന്ന ഇബാദത്തുൽ ഖുബൂരി ലൈസത് ബിശ്ശിർക്കിൻ, ഖബർ ആരാധന ഷിർക്കല്ല എന്നാണ് അവൻ്റെ വാദം. വഹുവ ലം യുകഫിർ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ അവൻ നിഷേധിക്കുന്നില്ല. ഫമഅനാഹു അന്നഹു ലാ യഹ്കുനു ദമുഹു വലാ യഹ്റുമു മാലുഹു, അപ്പോൾ അവൻ്റെ രക്തം, അവൻ്റെ സമ്പത്ത് പവിത്രമല്ല. ലിഅന്നഹു മാ ദാമ അന്നഹു ലം യുകഫിർ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് ഫഇന്നഹു ലം യഹ്സുലിൽ മഖ്സൂദ്, അപ്പോൾ അള്ളാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ അവൻ ആരാധ്യ വസ്തുക്കളായി നിഷേധിക്കുന്നില്ല എങ്കിൽ അവരോടൊക്കെ പ്രാർത്ഥിക്കാം എന്നതാണ് അവൻ്റെ നിലപാട്. എങ്കിൽ അൽഹംദുലില്ലാഹ്, അപ്പോൾ അവന് എന്താണ്, ആ മഖ്സൂദ് കരസ്ഥമായിട്ടില്ല, ലക്ഷ്യം കരസ്ഥമായിട്ടില്ല എന്നതാണ്. ഫഹാദൽ ഹദീസു അളീമുൻ ജിദ്ദൻ, അപ്പോൾ ഈ ഹദീസ് വളരെ ഗൗരവമുള്ള പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. വഹു ഹുജ്ജത്തുൽ ലിൽ മുവഹ്ഹിദീന അലാ അസ്ഹാബി ശിബ്ഹി വൽ മുശ്രിക്കീന, ശിബ്ഹിൻ്റെ ആളുകൾക്കും മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾക്കും എതിരെ മുവഹ്ഹിദുകൾക്ക്, ഏകദൈവ വിശ്വാസികൾക്ക്, തൗഹീദിൻ്റെ ആളുകൾക്കുള്ള തെളിവാണിത്. അല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പറയുന്നവർ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഫഹുൽ മുസ്ലിം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമാണ്. വാഹിറൻ വബാത്തിന, പ്രത്യക്ഷമായും അല്ലെങ്കിൽ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും. വലൗ ഫഅല മാ ഫഅല,
അവൻ ചെയ്യുന്ന കാര്യമൊക്കെ ചെയ്താലും യഅ്ബുദുൽ ഖുബൂറ അവൻ ഖബറുകളെ ആരാധിക്കുന്നു, വയദ്ബഹു ലിൽ ഔലിയാ വസ്വാലിഹീൻ ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും വേണ്ടിയിട്ട് അവൻ അറവ് നടത്തുന്നു, വയഅമലു സിഹ്റ വശഅവ സിഹ്ർ അതേപോലെ മായാജാലം കൺകെട്ട് വിദ്യകൾ അങ്ങനെ ആഭിചാര പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. വയഅമലു കുല്ല ഷൈ ഷഅവ എന്ന് പറഞ്ഞാലും അതും ഒരു തരം സിഹ്റന്. അവൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യം ചെയ്യുന്നു. ഹുവ മുസ്ലിമുൻ ഹഖൻ മാദാമ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നിടത്തോളം കാലം അവൻ മുസ്ലിമാണെന്ന് ചിലർ വാദിക്കുക. വലിഹാദാ യഖൂലു ഷെയ്ഖ് റഹിമഹുല്ലാ ഇക്കാരണത്താൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു എന്ത് ലം യജ്അലിൻ നുത്ഖ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ബൽ വലാ കൗനുഹു ലാ യദഉ ഇല്ലല്ലാഹ് ബൽ വലാ മഅരിഫത്തു മഅനാ ഹാദിഹിൽ കലിമ ലം യജ്അൽ കുല്ലു ഹാദിഹിൽ ഉമൂർ ആസിമത്തുൻ ലിദ്ദമി വൽമാരി ഹത്താ യുദീഫ ഇലൈഹാ അൽ കുഫ്റു ബിമാ യുഅബ്ദു മിൻ ദൂനില്ലാഹ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഷെയ്ഖ് പറയുന്നതിൻ്റെ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കലിനെ ഷെയ്ഖ് ആക്കിയിട്ടില്ല. അതേപോലെ അവൻ അള്ളാഹു അല്ലാത്തവരോടൊന്നും ദുആ ചെയ്യുന്നില്ല, അതിനെയും ആക്കിയിട്ടില്ല. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അറിയുക എന്നതിനെയും ആക്കിയിട്ടില്ല. പക്ഷേ ഇതൊന്നും എന്തല്ല, ഇത് മാത്രമായാൽ രക്തവും സമ്പത്തും പവിത്രമാവുകയില്ല. ഹത്താ ഏതുവരെ യുദീഫ ഇലൈഹാൽ കുഫ്റു ബിമാ യുഅബ്ദു മിൻ ദൂനില്ലാഹ് അള്ളാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനൊക്കെ കുഫർ ചെയ്യണം, നിഷേധിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇബാദത്തിന് അർഹതയുള്ളതല്ല എന്ന് അവൻ പ്രഖ്യാപിക്കുകയും അതിനെ പ്രഖ്യാപിക്കണം എന്നതാണ്. അതല്ലാതെ അതൊന്നും കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടം ചൊല്ലുന്നവരല്ലേ, അല്ലെങ്കിൽ എത്രയോ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരല്ലേ. അപ്പോൾ അവർ മമ്പർത്തങ്ങളെ വിളിച്ച് തേടിയാലും മുഹീദ്ദീൻ ശേഖരെ വിളിച്ച് തേടിയാലും പിന്നെ സി.എം. മടവൂരിനെ വിളിച്ച് തേടിയാലും ഒന്നും കുഴപ്പമില്ല എന്നാണ് ഒരാളുടെ പ്രഖ്യാപനമെങ്കിൽ അയാളെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നതാണ്. ഫല്ലദീ യഖൂലു അന മാ ഉകഫിറു ഹൗലായി, അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾ ഞാൻ ഇവരൊന്നും കാഫറാക്കുന്നില്ല. അന മാ ഉകഫിറു മൻ യഅബ്ദൂനൽ ഹസന വൽ ഹുസൈന വൽ ബദ്വി ഹസൻ ഹുസൈൻ ഇവരെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നവരെ ഞാൻ തക്ഫീർ ചെയ്യുന്നില്ല. വലാ ഉകഫിറുഹും ഞാൻ അവരെ തക്ഫീർ ചെയ്യുന്നില്ല. ലിഅന്നഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഹും ഇഖ്വാനുന അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ലാക്കിൻ അഖ്തഉ അവർക്ക് തെറ്റുപറ്റിയെന്നേ ഉള്ളൂ. നഖൂലു ലഹു അപ്പോൾ അയാളോട് നമ്മൾ പറയുന്നു അൻത മുശ്രിക്കും മിസ്ലഹും അവരെ പോലെ നീയും മുശ്രിക്ക. കാരണം ലിഅന്നക ലം തുകഫിർ ബിമാ യുഅബ്ദു മിൻ ദൂനില്ലാഹ് അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്നതിനെ നീ നിഷേധിച്ചില്ല. ഇപ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരോട് വിളിച്ചു തേടുന്നവർ, അതേപോലെ അവരോട് ദുആ ചെയ്യുന്നവർ, അതേപോലെ അവർ ഇസ്തിയാസ എന്നുള്ള പേരിലാണെങ്കിലും ബദവി ഇങ്ങനെ സൂഫി ഷെയ്ഖുമാർ ഇവരെയോടൊക്കെ വിളിച്ച് തേടുന്ന ആളുകൾ, മരിച്ചുപോയവരുടെയൊക്കെ തേടുന്നവർ. അപ്പോൾ അവർ മുശ്രിക്ക് അല്ല, അവർ മുസ്ലിമാണെന്ന് പരിഗണിച്ചാൽ ആ പരിഗണിക്കുന്ന ആളും മുസ്ലിം അല്ല എന്നാണ് ഷെയ്ഖ് അവറുകൾ വിശദീകരിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിയെ ഓരോരുത്തരും കാഫറാക്കുക എന്നതല്ല, അങ്ങനെ ചെയ്യുന്ന ആരോ അവൻ മുശ്രിക്ക എന്നുള്ളതാണ്, പൊതുവായിട്ടാണ് പറയുന്നത്. അതായത് ഒരാൾ മരിച്ചുപോയ ആളുകളോട് തേടുന്നു, അവരിൽ നിന്ന് ആവശ്യങ്ങൾ തേടുന്നു, ഷെയ്ഖുമാരോട് തേടുന്നു, മരിച്ചുപോയ ഷെയ്ഖുമാരോട് ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി തേടുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ മുശ്രിക്കുകളാണ്. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി ഷിർക്കാണ് എന്നാണ്. അല്ല ഇന്നാലിന്ന വ്യക്തി മുശ്രിക്കാണെന്ന് പറയെങ്കിൽ അതിനെ സംബന്ധിച്ച് അഗാധമായ പാണ്ഡിത്യവും പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ നിലപാടെന്തെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് മാത്രമേ ഒരു വ്യക്തിയെ തഴയം ചെയ്തിട്ട് നിർണിതമാക്കിയിട്ട് ഇന്ന വ്യക്തി കാഫിറാണ് മുശ്രിക്കാണെന്ന് പറയാൻ പറ്റും. അത് ഓരോ സാധാരണക്കാരനും ബാധ്യതയുള്ളൊരു കാര്യം അല്ല, മൊത്തത്തിൽ പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുന്നവർ മുശ്രിക്കുകളാണ്, ആ ചെയ്യുന്നത് ഷിർക്കാണ് എന്നേ പറയേണ്ടതുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ അത് പണ്ഡിതന്മാർ അതിൻ്റെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഓരോ വ്യക്തിയെക്കുറിച്ചും നീ മുശ്രിക്കാണ് പറയേണ്ട കാര്യം ഇല്ല, അല്ലെങ്കിൽ അവൻ മുശ്രിക്കാണ് അവൾ മുശ്രിക്കാണ് പറയേണ്ടതില്ല. അള്ളാഹു അപ്പോൾ എന്താണ് ലിഅന്നക ലം തുകഫിർ ബിമാ യുഅബ്ദു മിൻ ദൂനില്ലാഹ് വല്ലാഹു തആല ഖദ്ദമൽ കുഫ്റ ബിത്വാഗൂതി അലൽ ഈമാൻ ബില്ലാഹ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പേ, അത് പറയുന്നതിന് മുമ്പ് അള്ളാഹു ത്വാഗൂത്ത്, അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനാണ് ത്വാഗൂത്ത് എന്നാണ്. ത്വാഗൂത്തിനെ കൊണ്ടുള്ള നിഷേധമാണ് മുന്തിച്ച് പറഞ്ഞത്. കാരണം അള്ളാഹു തആല പറഞ്ഞെന്താ فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى. فمن يكفر بالطاغوت, താഗൂത്ത് അള്ളാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ നിഷേധിക്കുന്നവൻ, വയുമിൻ ബില്ലാഹി അള്ളാഹു
അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ അള്ളാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ നിഷേധിക്കണം എന്നതാണ് ആദ്യം പറഞ്ഞത്. പിന്നെയാണ് അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് ചേർത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവൻ ബലിഷ്ഠമായ കരാറിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫലാ ബുദ്ദ മിനൽ കുഫ്രി ബിത്താഗൂത്ത്, അപ്പോൾ താഗൂത്ത് അള്ളാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ നിഷേധിക്കണം, അത് അനിവാര്യമാണ്. വലാ ബുദ്ദ മിനൽ കുഫ്രി ബിമാ യുഅബദു മിൻ ദൂനില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ അതിനെ നിഷേധിക്കണം. വഅ്തിഖാദു ബുത്ലാനിഹി, അതിൻ്റെ ബുത്ലാനിയത്ത്, അത് വ്യാജമാണ് എന്നത്, വ്യാജ ഇലാഹുകളാണ് എന്നത് അത് വിശ്വസിക്കണം. വൽ ബറാഅത്തു മിൻഹു വമിൻ അഹ്ലിഹി, ആ ഷിർക്കിൽ നിന്നും ഷിർക്കിൻ്റെ അഹ്ലുകാരിൽ നിന്നും മുക്തരാവണം, ഒഴിവാകണം. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഫലാ യസീറുൽ ഇൻസാനു മുസ്ലിമ, മുസ്ലിം ആവുകയില്ല ഒരു വ്യക്തി. ലിഅന്ന ഹാദാ തൽഫീഖും ബൈനൽ ഇസ്ലാമി വൽ കുഫ്ർ വലാ യജ്തമിഉൽ കുഫ്റു വൽ ഇസ്ലാം അബദ. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള ആശയ വ്യത്യാസം. അപ്പോൾ ഈ കുഫറും ഇസ്ലാമും ഒരിക്കലും ഒരുമിക്കുകയില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളുമായിട്ട് യാതൊരു സഹകരണം പാടില്ല, ഭൗതികമായിട്ടുള്ള ഒരു കാര്യം സഹകരണം പാടില്ല, മുആമലാത്ത് പാടില്ല എന്നല്ല, അവരുടെ ഷിർക്കിൻ്റെ വിഷയത്തിൽ അവരുമായി യാതൊരു സഹകരണവും പാടില്ല, ബഹുദൈവശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ എന്നതാണ്. ഫഹാദൽ ഹദീസു അല ഇഖ്തിസാരിഹി മൻഹജുൻ അദീമുൻ. അപ്പോൾ ഈ ഹദീസ് എന്നത് അതിൻ്റെ ചുരുക്കത്തിൽ അത് വലിയൊരു മൻഹജാണ്. യുബയ്യിനു മഅനാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിൻ്റെ ആശയം അത് വ്യക്തമാക്കുന്നു. വ അൻഹാ ലൈസത്ത് മുജറദു ലഫ്ദുൻ യുഖാലു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുന്ന ഒരു ലഫ്ദ് മാത്രമല്ല ഷഹാദത്ത് എന്ന് പറയുന്നത്. വയുറദ്ദുദു ഫിൽ അദ്കാരി വൽ ഔറാദ്, അദ്കാറിലും ഔറാദിലൊക്കെ ആവർത്തിക്കുന്ന പദം മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഇന്നമാ ഹിയ ഹഖീഖത്തുൻ തഖ്തദി മിൻക അൻ തുകഫിറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്. അപ്പോൾ ആ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അല്ലാതെ എന്തിനൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ, ആരൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെയൊക്കെ നീ നിഷേധിക്കുക, അതൊന്നും ഇലാഹാകാൻ യോഗ്യമല്ല, അതൊന്നും ദുആ ചെയ്യാൻ യോഗ്യരല്ല എന്ന് നീ ഉൾക്കൊള്ളുക എന്ന ആ തേട്ടം കൂടിയാണ്, അതിൻ്റെ യാഥാർത്ഥ്യമാണ്. അൻത തബറഅ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നതും. വലൗ കാന അഖ്റബുൻ നാസി ഇലൈക്, ആ മുശ്രിക്ക് ബഹുദൈവവിശ്വാസി നിനക്ക് ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവനാണെങ്കിലും ശരി. എന്താണ്? കമാ തബറഅൽ ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം ഒഴിവായി നിന്നതുപോലെ മിൻ അബീഹി, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്, ബഹുദൈവവിശ്വാസിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പിതാവ്, വഅഖ്റബിൻ നാസി ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവരിൽ നിന്നും.